ഹായ്. നോമിനേഷൻ അങ്ങനെ കഴിഞ്ഞേക്കുവാണ്. ക്യാപ്റ്റനും ഇന്ന് വന്ന 5 പേര് ഒഴികെ ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ്. വളരെ നല്ല കാര്യം. എല്ലാവരും നോമിനേഷന് വരുന്നതന്നെയാണ് അവർക്ക് എന്തുകൊണ്ടും നല്ലത്. ഇതാകുമ്പം സേഫ് ഗെയിമേഴ്സിനെയൊക്കെ ഔട്ടാക്കാന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിന് നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിഷ്ടം ആരെയാണോ അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക. അല്ലാതെ നമുക്കിഷ്ടമില്ലാത്തവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ വോട്ട് കുറവുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഔട്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവർ ഔട്ടായി പോവേണ്ടി വരും. നമ്മൾ ഇപ്പം വേറൊരാളെ മനഃപൂർവ്വം ഔട്ടാക്കാൻ വേണ്ടി നമ്മൾ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ വോട്ട് കുറവുള്ള ഒരാൾക്ക് വോട്ട് കൊടുത്തു, അവരങ്ങ് കയറി വരും. അപ്പോൾ അവർ സേഫ് ആവും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ലപോലെ കളിക്കുന്നവരായിരിക്കും പകരം ഔട്ടാകുന്നത്. അങ്ങനെ ഒരു ഇത് വരരുത്. അതുകൊണ്ട് നമുക്ക് ആരെയാണോ ഇഷ്ടം അവർക്ക് തന്നെ വോട്ട് കൊടുക്കുക. കഴിവതും സ്പ്ലിറ്റ് ചെയ്യാതെ വോട്ട് കൊടുത്താൽ അത്രയും നല്ലത്. പിന്നെ അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അനീഷിന് ഇപ്പൊ ആദ്യമായിട്ടാണ് നോമിനേഷന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വോട്ട് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്ക് അത്യാവശ്യം കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്. കമന്റ് ബോക്സിലാണേലും പോൾ ഇടുമ്പോഴൊക്കെ ആണേലും കാണാം. പക്ഷെ ഒരു പോൾ എടുത്താൽ അതിൽ 4 പേരെ വരത്തുള്ളൂ. എന്നാൽ ഇപ്പൊ ഇതിൽ 15 പേരുള്ളത് കൊണ്ട് തന്നെ അനീഷിന് എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു 4 പേരുടെ പോൾ ഇട്ടാല് ആ കൂടെ അവരുടെ ഫാൻസ് ഇല്ല, പകരം അന്ന് അനീഷിന് വോട്ട് കൊടുത്തേക്കാന്ന് വെച്ച് കൊടുക്കുന്നവരും ഉണ്ട്. അതുകൊണ്ടൊക്കെ അനീഷ് ചിലപ്പം പോളിലൊക്കെ മുൻപന്തി നിൽക്കും. ഷാനവാസിനാണേലും അനുമോക്കൊക്കെ ആണേലും അത്യാവശ്യം വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം പലതവണ ആയിട്ടാണേലും അവര് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടും കയറിപ്പോയിട്ടുണ്ട്. അനീഷിന് പക്ഷെ ഇതൊരു ഫസ്റ്റ് ചാൻസ് ആണ്. അതുകൊണ്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരോടാണ് അവർ അനീഷിന് മാത്രം അനീഷോടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അനീഷിന് മാത്രം വോട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ലല്ലോ ആള് പോയേക്കുന്നത്. അപ്പം ആളെ അവിടെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം വോട്ട് കിട്ടും, എത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വരുന്നത് ഓണം വീക്ക് ആയതുകൊണ്ട് തന്നെ നോ എവിക്ഷൻ ഒക്കെ കാണുമെന്ന് പലരും പറയുന്ന കേട്ടു. നോ എവിക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർക്ക് എവിക്റ്റ് ചെയ്യണമെന്ന് തോന്നി എവിക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, കണ്ടന്റ് തരുന്നവരെ അവിടെ നിർത്തുന്ന ആയിരിക്കും എന്തുകൊണ്ട് നല്ലത്. അതിപ്പം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. പക്ഷെ നമ്മളിൽ പലർക്കും ഈ നെഗറ്റീവ് കണ്ടന്റ് തരുന്ന പലരെ ഇഷ്ടമില്ല. അതൊരു സത്യമാണ്. എന്നാൽ പോലും ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ ഇരിക്കുന്ന പലരും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് തരുന്ന എന്തെങ്കിലും കളിക്കുന്നവർ അവിടെ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും എന്തുകൊണ്ട് നല്ലത്. എല്ലാ ആഴ്ചയും ക്യാപ്റ്റൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ആഴ്ച ഇപ്പൊ എവിക്ഷൻ ഇല്ലായിരുന്നു. അതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ സ്ഥലത്ത് ഇല്ലാതിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഈ ആഴ്ച കാണത്തില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം വെറുതെ ഈ വോട്ടിംഗ് എന്നൊരു പ്രഹസനം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ കണ്ടസ്റ്റൻസിനോട് പറയണ്ട എവിക്ഷൻ ഇല്ല എന്നുള്ള കാര്യം. അവർ സാധാരണ പോലെ തന്നെ നോമിനേറ്റ് ചെയ്തോട്ടെ. നമ്മൾ വോട്ട് ചെയ്യാൻ ഹോട്ട്സ്റ്റാറിൽ കയറുമ്പോൾ അവിടെ കാണിക്കാമല്ലോ ഈ ആഴ്ച എവിക്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഇല്ല എന്നും പറഞ്ഞ്. ആരെങ്കിലുമൊക്കെ ഈ ആഴ്ച ഔട്ടാവുമെന്ന് കരുതി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കണമെന്ന് കരുതിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. അന്നേരം അതിനിപ്പോൾ ഒരു വിലയില്ലാത്ത പോലെയായി. ആ വോട്ടിംഗ് അങ്ങ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പം ഇന്നു മുതൽ പുതിയ വോട്ടിംഗ് അവർ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പലർക്കും വോട്ട് ചെയ്യാൻ ഒരു മടുപ്പും താല്പര്യമില്ലായ്മയൊക്കെ തോന്നും. ഈ സീസണിൽ മാത്രമല്ല പല സീസണിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വൈൽഡ് കാർഡ്സിനെയും ക്യാപ്റ്റനെയും മാത്രമല്ല കഴിഞ്ഞ ആഴ്ച നോമിനേഷനിലുണ്ടായിരുന്നവരെയും ലാലേട്ടൻ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലിട്ട അനുമോളെയും ജിസേലിനെയും ഒന്നും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ എല്ലാവരും ഇപ്പം നോമിനേഷനിൽ വന്നതും. ബാക്കിയുള്ളത് അനീഷ്, അക്ബർ, ശരത്ത്, ശൈത്യ, ഷാനവാസും ഒക്കെയാണല്ലോ. റെന. ഇതിൽ അനീഷിന് 6 വോട്ട്, ശൈത്യയ്ക്ക് 6 വോട്ട്, അക്ബറിന് 6 വോട്ട്, ഷാനവാസിന് 7, റെനയ്ക്ക് 7, ശരത്തിന് 9 വോട്ട്. പിന്നെ അടുത്ത ക്യാപ്റ്റൻ അയക്കുന്നത് നെവീനാണ്. ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിച്ചത് നെവീനും ബിന്നിയും റെനയും ആയിരുന്നു.